മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതാ ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ടൈം എക്സാം ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ നല്ല അടിപൊളി മാർക്കുകളൊക്കെ ആയിരിക്കും എക്സാമിന് കിട്ടിയിട്ടുണ്ടാവുക. എന്നാൽ കുറച്ച് പേർക്കൊക്കെ മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും. കുറച്ച് പേര് ഒരു മീഡിയം ലെവലൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ എന്താണ് ഇനി അടുത്തത് എന്താണ് അടുത്ത സ്റ്റെപ്പ്? നമ്മുടെ ക്രിസ്മസ് എക്സാമാണ്. അപ്പോൾ അതിനെങ്ങനെയൊക്കെ പഠിക്കാം, അല്ലെങ്കിൽ ഇപ്പം 9th കഴിഞ്ഞ് നമ്മൾ 10th പോവുകയാണ് അല്ലേ? ഇപ്പം എല്ലാവരും ഇങ്ങനെ ഓൾ പാസ് എന്നുള്ള ആ ഒരു ലെവലൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ എക്സാം ടഫ് ആയിരിക്കുമോ, നമ്മൾ 10th എത്തുമോ, നല്ല മാർക്ക് ഉണ്ടാവുമോ, A+ കിട്ടുമോ എന്നുള്ള ടെൻഷൻസ് ഒക്കെ നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇതുവരെ പോയതുപോലെയല്ല. ഓണം എക്സാം ഒക്കെ വന്നു, നമ്മളൊരു ഓളത്തിന് ഇങ്ങനെ അങ്ങ് പോയി എക്സാം ഒക്കെ എഴുതി ഇങ്ങ് പോന്നു അല്ലേ? അപ്പോൾ അതുപോലെയല്ല, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യണം, കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് ശ്രദ്ധിച്ച് വേണം നമ്മൾ പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത്, നമുക്ക് എപ്പോഴും എന്തുണ്ടാവണം, ഒരു ഗോൾ നമ്മൾ എപ്പോഴും ഉണ്ടാവണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു ടാർഗറ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു അംബീഷൻ ഉണ്ടാവണം. ലൈഫിൽ നമ്മൾ ഇന്നതായി തീരും എന്നുള്ള ഒരു അംബീഷൻ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ ഒരു ലോങ് ടൈമിലേക്കുള്ള ഒരു ഡ്രീം ആയിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അല്ലാതെ നമ്മളിതാ അടുത്ത സ്റ്റെപ്പ്, നമ്മൾ ക്രിസ്മസ് എക്സാമിന് ഇത്ര മാർക്ക് മേടിച്ചു, അല്ലെങ്കിൽ SLCക്ക് നമ്മൾ ഫുൾ മാർക്ക് മേടിച്ചു, A+ മേടിച്ചു, അതല്ല. നമുക്ക് ലോങ് ടൈമിലേക്ക് എന്തുണ്ടായിരിക്കണം, ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രീം ഉണ്ടായിരിക്കണം, ഒരു ഗോൾ ഉണ്ടായിരിക്കണം അല്ലേ? ചിലവർക്ക് അപ്പം എന്തായിരിക്കും, ഡോക്ടർ ആവണം എന്നായിരിക്കും ആഗ്രഹം ഉണ്ടാവുക, ചിലവർക്ക് എഞ്ചിനീയർ ആവണം, ചിലവർക്ക് എന്താണ് ടീച്ചർ ആവണം എന്നായിരിക്കും ആഗ്രഹം ഉണ്ടാവുക. അങ്ങനെ പലർക്കും പല പല ആഗ്രഹങ്ങളാണ് അല്ലേ? അപ്പം നിങ്ങൾ ആ കൂടെ ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഇല്ലേ, ഇപ്പം നിങ്ങൾ ടീച്ചർ ആവുകയാണെങ്കിൽ എനിക്ക് മാത്സിൻ്റെ ടീച്ചർ ആവണം അല്ലേ, ഇന്ന സബ്ജക്റ്റിൽ എനിക്ക് ഡിഗ്രി വേണം അല്ലേ? അങ്ങനെ നിങ്ങൾ ലോങ് ടൈമിലേക്ക് എന്ത് ചെയ്യുക, ആഗ്രഹങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക, എയിം ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക. ഇപ്പം നമ്മളിപ്പോൾ ഒരു വലിയൊരു മലയിലേക്ക് പോവുകയാണ് അല്ലേ? അപ്പം നമ്മൾ മല കയറുമ്പോൾ ആദ്യം തന്നെ പോയിട്ട് അവിടെ ചാടി അവിടെ കയറുമോ? ഇല്ല, നമ്മൾ പതുക്കെയാണല്ലേ കയറി പോവുക. അതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലും. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് ചെയ്യും, 9th ക്ലാസ് ഇങ്ങനെ കഴിയും അല്ലേ? അത് കഴിഞ്ഞ് 10th നമ്മൾ ഫുൾ A+ മേടിച്ച് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള സ്ട്രീം എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അടുത്ത അച്ചീവ്മെൻറ്റിൽ എത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഷോർട്ട് ടൈമിലേക്കുള്ള ഒരു ഗോളും അതുപോലെ തന്നെ ലോങ് ടൈമിലേക്കുള്ള ഒരു ഗോളും സെറ്റ് ചെയ്ത് വെക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, ഗോൾ ഇതാണ്, ഓക്കെ ഇന്നതാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ അതിനനുസരിച്ച് എന്നും എന്ത് ചെയ്യണം, ഇന്നും അതിനനുസരിച്ച് ഞാൻ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാലോചിക്കുക. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അടിപൊളിയായിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു എനർജി കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ നിങ്ങൾ ആഗ്രഹിക്കേണ്ട കാര്യം എന്താ, നിങ്ങൾക്ക് ഇന്ന് മുതൽ ഇപ്പോൾ ചില മക്കൾക്കൊന്നും ഒരാഗ്രഹം ഉണ്ടാവില്ല അല്ലേ, ഇന്നതാവണം മറ്റേതാവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം ഡോക്ടർ ആവണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടാവില്ല അല്ലേ? ഇങ്ങനെ നാളെ എന്താണ് അതനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരു ആഗ്രഹമായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക. അങ്ങനെയല്ല, ഇന്ന് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, ഒരു ഗോൾ എല്ലാവരും എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ഓക്കെ, ലോങ് ടൈമിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഞാൻ ഇന്നതായി തീരും എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും മനസ്സിൽ ഉറപ്പിക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, അതിലേക്ക് ഞാൻ എങ്ങനെ എത്തും എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, അതിലേക്ക് എനിക്ക് എങ്ങനെയൊക്കെ എത്തിപ്പെടാൻ സാധിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ 9th നിങ്ങൾ ഫുൾ A+ മേടിച്ചു, ഓക്കെ 10th നിങ്ങൾ ഫുൾ A+ മേടിച്ചു, ഞാൻ സയൻസിൽ ഏത് സ്ട്രീം എടുത്താലാണ് അതിലേക്ക് എത്തുക, ഓക്കെ അതിനുശേഷം ഞാൻ എന്ത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതായി തീരാൻ പറ്റുള്ളൂ, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുക. ഓക്കെ, അപ്പം ആ ഒരു ഭാഗം നമ്മൾ തീർത്തു. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്കിനി എന്ത് വേണം, ഇതിലേക്കൊക്കെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ? അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മൾ ആവശ്യത്തിനുള്ള സ്പേസ്. ഓക്കെ, നമുക്ക് സ്റ്റഡി സ്പേസ് ഉണ്ടായിരിക്കണം, നമ്മൾക്ക് പഠിക്കണം അല്ലേ? പഠിച്ചാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിലേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. നമുക്ക് പഠിക്കാനും അതേപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുമുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല എൻവയറമെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്യണം. ഓക്കെ, കുറേ ബഹളത്തിൻ്റെ ഇടയ്ക്കൊക്കെ പോയിട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും ഓർമ്മ നിൽക്കില്ല അല്ലേ? അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു എൻവയറമെൻറ്റ് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ള കാര്യം. അതിനുശേഷം നമുക്ക് വേണ്ടത് ടൈമാണ് അല്ലേ? ടൈം മാനേജ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും പറയുന്നതാണ്, എനിക്ക് സമയം കിട്ടിയില്ല മിസ്സേ, അല്ലെങ്കിൽ എനിക്ക് അത് ചെയ്യാൻ സമയം കിട്ടിയില്ല, ഹോംവർക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല, ആ ഭാഗം പഠിക്കാൻ സമയം കിട്ടിയില്ല. അങ്ങനെയല്ല അല്ലേ? നമ്മൾ എല്ലാ കാര്യത്തിനും എന്ത് വേണം, ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. ഓരോ കാര്യങ്ങളും നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഒരു സ്റ്റഡി പാറ്റേൺ അല്ലെങ്കിൽ ഒരു സ്റ്റഡി ടേബിൾ അനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനായിട്ട്. ഓക്കെ, ഒരു ടൈം ടേബിൾ നിങ്ങളെല്ലാവരും ലൈഫിൽ എന്ത് ചെയ്യുക,
പിന്തുടർന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ രാവിലെ ഇത്ര മണിക്കാണ് എഴുന്നേൽക്കുന്നത്, ഓക്കെ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഞാൻ എൻ്റെ ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നു, ഓക്കെ ഇത്ര മണി മുതൽ ഞാൻ പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അല്ലാതെ നിങ്ങൾ തോന്നിയ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ഓരോ ദിവസം എന്താണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടാവില്ല, അല്ലെ? ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടാവും. ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും, പക്ഷെ എന്താണ് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അല്ലേ? അപ്പോൾ നിങ്ങൾ ഇത്ര മണി മുതൽ ഇത്ര മണി വരെയാണ് പഠിക്കുന്നത്. ഇപ്പോൾ 1 മണിക്കൂറാണ് പഠിക്കുന്നത് എന്നെങ്കിൽ കൂടെ എന്താണ് ആ ടൈം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതേപോലെ നിങ്ങളിപ്പോൾ പഠിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് വേണം, ഗെയിം വേണം, അല്ലേ? കളിക്കാൻ പോകണം, ഇപ്പോൾ ഫുട്ബോൾ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകണം, അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലിയുടെ കൂടെ നിങ്ങൾക്ക് ഒരു ടൈം കണ്ടുപിടിക്കണം. ഇതിനൊക്കെ ആവശ്യമാണ്, ഇതെല്ലാം ആവശ്യമാണ്, ലൈഫിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമാണ്, അല്ലേ? അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിനൊന്നും ടൈം എടുക്കരുത്, ഫുൾ ടൈം ഇരുന്ന് പഠിക്കണം എന്നല്ല മിസ് പറയുന്നത്. അപ്പോൾ ഇത് കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ടൈം കൊടുക്കണം. ആ കൂടെ എന്താണ് നമ്മുടെ പഠിത്തം കൂടെ നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ 1 മണിക്കൂറേ പഠിക്കുന്നുള്ളൂ എങ്കിൽ എന്ത് ചെയ്യുക, ആ ടൈം യൂട്ടിലൈസ് ചെയ്ത് മുഴുവനായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അതിനുശേഷം പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ലൈഫിൽ നോക്കേണ്ട കാര്യം ഹാർഡ് വർക്ക് ആണോ സ്മാർട്ട് വർക്ക് ആണോ? നിങ്ങൾ ഏതാ ചെയ്യുക? നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങൾ ഏതാണ് ചെയ്യുക? ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണോ സ്മാർട്ട് വർക്ക് ചെയ്യുന്നവരാണോ? എല്ലാവരും ഇപ്പം നമ്മളൊരു ക്ലാസ്സിലെ കുട്ടികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ പേർക്ക് എന്താണ് എക്സാമിന് നല്ല മാർക്ക് ഉണ്ടാവും, കുറേ പേര് നല്ലപോലെ പഠിച്ചിട്ടും എന്താണ് മാർക്ക് കിട്ടാത്തവരുണ്ടാവും, പിന്നെ കുറച്ച് പേര് എന്താണ് പഠിക്കാത്തതുകൊണ്ട് മാർക്ക് കിട്ടാത്തവരാണ്, അല്ലേ? അപ്പോൾ ഈ കുറേ നേരം ഇരുന്ന് പഠിച്ചിട്ടും മാർക്ക് കിട്ടാത്തവർ, അല്ലെങ്കിൽ കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടും മാർക്ക് കിട്ടാത്തവരൊക്കെ എന്താണ് സംഭവിക്കുന്നത്? അവർക്കൊക്കെ എന്താ സംഭവിക്കുന്നത്? അവർക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താണ് അവരെ ഉദ്ദേശിക്കുന്ന പോലെ അവർക്കൊന്നും അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അല്ലേ? അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം, അല്ലേ? ആ ഒരു ടൈമിൽ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ, നിങ്ങളുടെ ഫോണില്ല, വാട്സപ്പില്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഡിസ്ട്രാക്ഷൻസ് എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ആ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ പഠിത്തത്തിന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെക്കുക. ഓക്കെ, അതേപോലെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഷോർട്ട് നോട്ടുകൾ യൂസ് ചെയ്യുക. ഓക്കെ, ഷോർട്ട് നോട്ട് യൂസ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്കറിയാം ഇപ്പം എവിടെ നോക്കിയാലും എന്താണ് ഓൺലൈൻ ക്ലാസ്സുകൾ കാണാം, അല്ലേ? ഏതൊരു ടോപ്പിക്ക് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ്സുകൾ കിട്ടുന്നതാണ്, അല്ലേ? അപ്പോൾ ക്ലാസ്സുകളൊക്കെ കാണാൻ നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും ഒക്കെ റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ PYQ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓരോ പോർഷൻസും ക്ലിയർ ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ റിവൈസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, എന്നൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഒരു സ്മാർട്ട് വർക്ക്, അല്ലേ? ഇത്ര കുറഞ്ഞ ടൈം കൊണ്ട് നമുക്ക് എന്താണ് ഒരു സ്മാർട്ട് വർക്ക് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് മാർക്ക് മേടിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പം ഹാർഡ് വർക്ക് അല്ല നമുക്ക് വേണ്ടത്, സ്മാർട്ട് വർക്കാണ് വേണ്ടത്. കുറേ നേരം ഞാൻ ഇത്ര മണി വരെ പഠിച്ചു, അല്ലേ? ഞാൻ ചില കുട്ടികളൊക്കെ പറയുന്നേക്കാം ഞാൻ 6 മണി മുതൽ 12 മണി വരെ പഠിച്ചു, എനിക്ക് എന്നിട്ട് ഇത്ര മാർക്കേ കിട്ടിയുള്ളൂ. അങ്ങനെയല്ല, അല്ലേ? അവർ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടാവും, പല കാര്യങ്ങൾക്ക് പോകുന്നുണ്ടാവും, അല്ലേ? ഇടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോകുന്നുണ്ടാവും, അല്ലേ? ഇൻസ്റ്റാഗ്രാമിൽ റീല് നോക്കാൻ പോകുന്നുണ്ടാവും. അങ്ങനെയല്ല, നമ്മൾ പഠിക്കുന്ന സമയം മൊത്തത്തിൽ എന്ത് ചെയ്യുക, അതിന് വേണ്ടി മാത്രമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു 2 മണിക്കൂറേ നമ്മൾ പഠിച്ചുള്ളെങ്കിൽ അത് മതി, അല്ലേ? ആ പഠിച്ച കാര്യങ്ങൾ നമുക്ക് വൃത്തിയിൽ നമ്മുടെ മൈൻഡിൽ ഉണ്ടായാൽ മാത്രം മതി. അതേപോലെ അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഒരാഴ്ച കൂടുമ്പോഴെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഷോർട്ട് നോട്ടുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ഒരു പകുതി പ്രശ്നങ്ങളും മാറുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം ഒക്കെ വരുന്നതാണ്. നമ്മുടെ അടുത്ത ഗോൾ എന്ന് പറയുന്നത്, അല്ലേ? ഞാൻ പറഞ്ഞു ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാം ആണ്. അതിനുശേഷം നമുക്കറിയാം നമ്മുടെ SLC, നിങ്ങളെല്ലാവരും 9th പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അറിയാം ഇനി അടുത്തത് വരുന്നത് നമ്മുടെ SLC ആണ്, അല്ലെങ്കിൽ നമ്മുടെ 10th സ്റ്റാൻഡേർഡ് ആണ് വരുന്നത്. അപ്പോൾ അതിലേക്കൊക്കെയുള്ള ഒരു ചവിട്ടുപടിയാണ്. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളൊരു ഡ്രീം എല്ലാവരും സെറ്റ് ചെയ്യുക, ഒരു ലോങ് ടൈം ഉള്ള ഒരു ഡ്രീമും സെറ്റ് ചെയ്യുക. അപ്പോൾ അതെന്താണെന്ന് എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയും. ഇപ്പോൾ ഡ്രീം ഒന്നും ഇല്ലാത്തവരുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഗോൾ ഇല്ലാത്തവരുണ്ടാവും. അവരെന്ത് ചെയ്യുക, എന്തായാലും ഒരു ഡ്രീം സെറ്റ് ചെയ്തതിന് ശേഷം അതെന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ മിസ്സിൻ്റെ അടുത്ത് പറയാം, എൻ്റെ ഡ്രീം ഇതാണ്, എനിക്ക് ഇതാവാനാണ് ആഗ്രഹം എന്ന് പറയാം. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക ഇപ്പോൾ തന്നെ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.